നോക്കി എന്ത് നല്ല കളറാണ്. ഒറ്റ ഒരു പൂവാട്ടോ, അതിലാണ് ഒരു 2-3 കളറ്. കാണുന്തോറും പെക്യൂണിയകളോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. ഇത് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചെറിയ ചെടിയുമാണ്, നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടോ, 2 കളർ കണ്ടോ? ഒന്നൊരു ലൈറ്റ് പീച്ച് പോലുള്ള കളറാണേ, പിന്നെ ഒന്നൊരു കുറച്ച് ഡാർക്ക് കളർ. നല്ല ഭംഗിയുണ്ട്. റെഡ് ഒഴികെയുള്ള എല്ലാ കളറുകളും നമുക്ക് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മിക്ക ചെടികളും പൂവുണ്ടായി, പക്ഷേ നല്ല റെഡ് മാത്രം പൂത്തിട്ടില്ല. അത് മാത്രം നമുക്കില്ല എന്നാണ് തോന്നുന്നത്. ബാക്കി നമ്മുടെ പെറ്റൂണിയ ഒക്കെ ഏതൊക്കെ കളർ ഒക്കെ കൂടി ചേർന്നിട്ടാണ് നോക്കി. ഇത് കണ്ടോ, ഒരു വൈറ്റും അതിനകത്തൊരു പിങ്കും, എന്തൊക്കെയല്ലേ, നല്ല രസമല്ലേ. ഒത്തിരി അങ്ങ് ഇഷ്ടമായി പെറ്റൂണിയ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു ചെടിയാണ്. പക്ഷേ എന്നെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കുറച്ച് നാളെ നിൽക്കത്തുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ സീഡ് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം. ഒട്ടും കളയാതെ തന്നെ സീഡ് ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ ഈ കളറെല്ലാം തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എന്നും നടന്ന് ഉണങ്ങിയ സീഡ് ഉണ്ടോ എന്ന് തപ്പും, എന്നിട്ട് അതെല്ലാം പറിച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതിനെല്ലാം ആദ്യം മുതൽ നമ്മൾ പാകി മുളപ്പിക്കണം. വലിയ മഴയില്ലാത്ത സമയത്ത് നമുക്ക് പാകി മുളപ്പിച്ചാൽ നല്ലതായിട്ട് അതിനെ കിളുത്ത് വന്ന് നല്ലതായിട്ട് ഫ്ലവറൊക്കെ ആയിക്കോളും. പിന്നെ ഇത് വളർത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഈ കാണുന്ന ബൊഗെയിൻ വില്ലകളെല്ലാവേ. അത് നമ്മൾ മണ്ണുത്തിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബൊഗെയിൻ വില്ലകളാണ്. പിന്നെ മണ്ണൂത്തിന്ന് കൊണ്ടുവന്നവയിൽ ഇവിടെ ഒരു ചെമ്പരത്തി ഇപ്പുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പരത്തിയാണ്. ഇപ്പുറത്ത് ഒരു യെല്ലോ കളറിൻ്റെ ചെമ്പരത്തി ഉണ്ടല്ലോ, അത് ഇതാദ്യമായിട്ട് ഇവിടെ വന്നേ പിന്നെ ഇതാദ്യം പൂവുണ്ടായതാണ്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു പൂവുണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായ പൂവാണ്. പിന്നെ നമ്മുടെ വിങ്കാ ചെടികൾ ഇത് കണ്ടോ, എൻ്റെ വിങ്കാ ഗാർഡൻ. എന്ത് രസമല്ലേ വിങ്കായുടെ പൂക്കൾ. വേനൽക്കാലം ആയാൽ പൂവുണ്ടാകുന്ന ചെടിയാണ് വിങ്കായ്. അതുപോലെ തന്നെ നമ്മുടെ പെക്യൂണിയകൾ, പിന്നെ ബൊഗെയിൻ വില്ല, ഇങ്ങനെയുള്ളവയൊക്കെ. ഒരു ചെറിയ ചെടി ഞാനിവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ചട്ടിക്കകത്ത് ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതായിരുന്നു, ആ പോട്ട് ചെയ്ത് പുതിയതായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പൂക്കളുടെ ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ പൂക്കൾ തരുന്നത്. ഇവിടെ ഒരുപാട് 10 മണി നിൽപ്പുണ്ട്, പക്ഷേ 10 മണിയിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് പൂക്കൾ കുറവാണ്. അപ്പോൾ ഞാൻ ഈ പുതിയതായിട്ട് സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന 10 മണികൾ നമ്മുടെ സിൻഡ്രല്ല വർഗ്ഗത്തിൽപ്പെട്ടവയാണ്. അവയൊക്കെ അങ്ങോട്ട് പൂ വരുന്നില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വിട്ടാലേ ഇനി പൂ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത പണി നമ്മൾ അതിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പണികാരി ഉണ്ടായിരുന്നു. നമ്മുടെ ചെടിക്കകത്ത് കുറച്ച് കാട് പറിക്കാനും പിന്നെ കുറച്ച് ചെടികളൊക്കെ പോട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ അവരും ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. കാരണം അവർ പണിയുന്നതിൻ്റെ കൂടെ തന്നെ ഞാനും അതേമാതിരി തന്നെ പണിയെടുക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ പണി എളുപ്പം തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പണികളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഈ ബൊഗെയിൻ വില്ലകളെല്ലാം നമ്മൾ മണ്ണൂത്തിന്ന് വാങ്ങിക്കൊണ്ട് വന്നവയായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മണ്ണും കുറച്ച് മണലും പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കുറച്ച് ചാണകപ്പൊടി, ഇത്ര ഇട്ടിട്ടാണ് നമ്മളിത് പോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കത്തൊന്നുമില്ല. ഈ ഒരു വളം ഇതിന് കുറേ നാളത്തേനുണ്ട്. ഇത് കണ്ടോ, ഇതൊരു വെരിഗേറ്റഡ് ആണ്. എല്ലാം പൂക്കളോടുകൂടി തന്നെയായിരുന്നു നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയ ചട്ടികളിലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വളർന്ന ചെടികളൊക്കെ അത്യാവശ്യം വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കളർ എനിക്ക് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇതൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലയാണെന്ന് കണ്ടുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. അതിൽ വന്നപ്പോൾ മുതൽ ഇതേപോലെ തന്നെ ഫ്ലവറും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫ്ലവർ കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് നിർത്തണം. പിന്നെ നമ്മുടെ ഈ വിങ്ക ഇന്ന് പോട്ട് ചെയ്തതാണ്. ഈ 3 വിങ്കായാണ് ഇന്ന് പോട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല പണിയാണ് കേട്ടോ, കാരണം മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ നല്ല ജോലിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സിൻഡ്രല്ലയ്ക്കൊക്കെ കുറച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലുപൊടി, വേപ്പും പിണ്ണാക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഇന്ന് ചെയ്ത പണിയാണ്. പിന്നെ ഇത് ഞാൻ താഴെ ഇരുന്ന സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ. ആ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് വെക്കണമായിരുന്നു. അതിൻ്റെയൊക്കെ മുകളിൽ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. ഇതൊരു പുതിയ പാത്രം ഞാനിങ്ങനെ ഇതിനായിട്ട് സിൻഡ്രല്ല വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചതാണ്. അതിലാണ് സിൻഡ്രല്ല എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ സിൻഡ്രല്ല ഇങ്ങനെ പൊക്കി വെച്ചത് കുറച്ച്
ഇങ്ങനെ താഴോട്ട് വളരുമല്ലോ. 10 മണിയുണ്ടോ, 10 മണിയിലെ പഴയതുപോലെ അങ്ങോട്ട് പൂക്കളാകുന്നില്ല. എന്താണ് കാരണം എന്ന് എനിക്കറിഞ്ഞൂടെ. ഞാൻ ഇതിന് അധികം വളമൊന്നും കൊടുത്തിട്ടില്ല, 19 വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ തൈകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും താഴെ ഇരുന്നതാണ്. അതിനെയൊക്കെ ഇന്ന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ നല്ല പണിയായിരുന്നു. ഇതെല്ലാം പല കളറിൻ്റെ 10 മണിയാണ്. പൂക്കളുണ്ടായാൽ മാത്രമേ നമുക്കിത് ഏതൊക്കെ കളറെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതാ ഇവിടെ കണ്ടോ, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പെറ്റൂണിയാണ്. നല്ല കളറല്ലേ. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആമ്പൽക്കുളത്തിലെ വെള്ളമൊക്കെ എപ്പോഴും പറ്റിപ്പോകും. എപ്പോഴും വെള്ളം കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്ത ഒരു പണി ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ക്യാറ്റ്സ് ക്ലോയാണ്. ഇതിനെ ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത്. അതൊരു സിമെൻറ്റ് ബോട്ടായിരുന്നു കേട്ടോ. അതങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ നമ്മുടെ പണിക്ക് വന്ന കൊച്ചിനെ കൊണ്ട് ഇവിടെ കുഴിയൊക്കെ എടുപ്പിച്ചിട്ട് ഇതിങ്ങനെ താത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ നിലത്ത് വെച്ചാൽ പെട്ടെന്ന് വളർന്നു പോകും തോന്നും. പക്ഷെ നമുക്കിതിങ്ങനെ കുറ്റിച്ച് നിൽക്കുന്ന കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. അല്ലെങ്കിൽ ഇതിങ്ങനെ വളർന്നു പോയാൽ ഇതങ്ങ് പടരാനുള്ള സൗകര്യം വേണം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കഴിയുന്നതും ഇതിനെ കട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇല കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. എനിക്ക് നല്ല രസമല്ലേ. ഈ പൂവ് കൊണ്ടായി കഴിയുമ്പോൾ നിറച്ച് അങ്ങ് പൂക്കളായിരിക്കും. ഇല കാണാത്തതുപോലെയാണ് പിന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ ആ മഞ്ഞപ്പൂ പക്ഷേ കുറച്ച് ദിവസത്തേനേ ഉള്ളെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കാട് പറിക്കുകയായിരുന്നു കേട്ടോ. അതൊരു നല്ല പണിയായിരുന്നു. ചെറിയ കാടുകളാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ കാട് പറിക്കുക കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ, ഇവിടെ നല്ല വെയിലാണ്, അപ്പോൾ അങ്ങ് താഴെ പോകുമായിരുന്നു താഴത്തെ പണിയൊക്കെ ചെയ്യാൻ. പിന്നെ ഇത് എന്താണ്, ഇതിൻ്റെ പവിഴക്കുറിഞ്ഞെന്ന് മറ്റുമാണ് പറയുന്നത്. ഇതൊരു ചെറിയ ചട്ടി നിന്നതിനെ ഞാൻ ഇപ്പം വലിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ ഇന്ന് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് കുറച്ചുകൂടി പണിയുണ്ട്. ഇനി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മണ്ണ് ഫില്ല് ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ച ഒരു മരം പോലുള്ള ചെടിയാണ്. അതിന് നല്ല വയലറ്റ് കളറിൻ്റെ ഇലയൊക്കെ ആകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഇലകളുടെ കളർ മാറിയിട്ടില്ല കണ്ടോ. ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അതിന് പിടിക്കാത്തതായിരിക്കും. ഈ ചെടി കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അങ്ങനെ ഇതിൻ്റെ ഇടയിലെല്ലാം കാടൊക്കെ പറിച്ചു, എല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടുണ്ട്. അത് തൂത്തുവാരി വൃത്തിയാക്കണം. പിന്നെ നമ്മുടെ റോസൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്, കുറേ എണ്ണം. അപ്പോൾ അതിനൊക്കെ വളമൊക്കെ ഇടണം. വേനൽക്കാലം ആയപ്പോൾ റോസെല്ലാം നല്ലതായിട്ട് കൊരടിച്ച് വരുന്നുണ്ട്. ഇനി അതിന് ഉള്ള പ്രതിവിധിയൊക്കെ ചെയ്ത് വയ്ക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗാർഡനകത്ത് ഒരിക്കലും പണി തീരത്തില്ല കേട്ടോ. എപ്പോഴും പണിയായിരിക്കും. എന്താണോ നമ്മളങ്ങോട്ട് ഇറങ്ങി കാണുന്നത് അത് മുഴുവൻ നമുക്ക് ജോലിയായിട്ട് മാറും. പിന്നെ ഇവിടെ ഒരു മീൻകുളമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി അതൊക്കെ ഒന്ന് മൂടി വെച്ചു. അല്ലെങ്കിൽ ഈ മഴയായി കഴിയുമ്പോൾ ഇതിനകത്ത് തവള ഇറങ്ങും. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ പോയി മൂടിയൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ മഴയൊക്കെ ചാറാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പണിയാൻ വന്ന ആളങ്ങ് പോയി. ഇന്നത്തെ പണിയൊക്കെ നിർത്തിയിട്ട് അവർ തിരിച്ചു പോയി. ഇനിയിപ്പോൾ എനിക്ക് മിറ്റമൊക്കെ വൃത്തിയാക്കണം. ഇത് മൊത്തം മണ്ണാണ്. ഇവിടെ കൂടെയൊക്കെ നമ്മൾ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ അവർ എനിക്ക് ചെയ്തു തന്നത് ഈ കുറേ ചെടികൾ കട്ട് ചെയ്തിട്ട് അതൊക്കെ നമുക്കിങ്ങനെ ചെടി ഇങ്ങനെ കവറിനകത്ത് മണ്ണ് നിറച്ച് കുത്തി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വാടിയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. പിന്നെ എനിക്ക് താഴെ നമ്മുടെ വീടിൻ്റെ കുറേ താഴെ നിന്നാണ് മണ്ണൊക്കെ എടുക്കുന്നത്. അവിടുന്ന് ഒരു അരച്ചാക്ക് മണ്ണോളം എടുത്ത് തന്ന് ചെടി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ചെയ്ത പരിപാടികൾ കേട്ടോ. ഒരു 4 മണി വരെയൊക്കെ, ഏകദേശം ഒരു 4 മണി വരെയൊക്കെയാണ് പണി നടക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകണം. പിന്നെ ഞാൻ ഈ ഹൈഡ്രാജിയെ കണ്ടു. അതുകൊണ്ട് ഇവിടെ കൊണ്ട് പൊക്കി വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ച് വെയിൽ കൂടിപ്പോയപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം പൊള്ളാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചൊന്ന് തണൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചത്. പക്ഷേ ഇവിടെയും വെയിലുണ്ട്, എങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ അതിനെ വെച്ച് അത് പൂവുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അത് പൂത്തിട്ടില്ല, അത്രയും വളർന്ന ചെടിയായിട്ട്. പിന്നെ നമ്മുടെ ഓർക്കിഡിനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെയാണ് ഈ കാണുന്നത്. ഓർക്കിഡിന് വളം കൊടുത്തിട്ട് കുറേ ദിവസങ്ങളായി. വൈകുന്നേരം വളം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് മഴ മൂടലും എന്തെങ്കിലുമൊക്കെ തിരക്കുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നും നടക്കും തോന്നുന്നില്ല. ഇന്നും ശരിക്കും പറഞ്ഞാൽ മഴയുടെ നല്ല ലക്ഷണമുണ്ട്. മഴ ചെറിയ തുള്ളികളായിട്ട് വീണുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫേണാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫേൺ ഒരു ചെറിയ തൈ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെ ഇന്ന് ഞങ്ങൾ വലിയൊരു ചട്ടിയിലോട്ടൊക്കെ മാറ്റി കൊടുത്തു.
പിന്നെ ഇതാ ഈ ചെടിയൊക്കെ കട്ട് ചെയ്ത് നിർത്തി ഇങ്ങനെയൊക്കെയുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ വലിയൊരു ചെടി ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വേറെയുള്ള ചെടികളൊക്കെ കയറി അതിൻ്റെ മുകളിലോട്ടായി കഴിഞ്ഞപ്പോൾ അതങ്ങ് ഉണങ്ങാൻ തുടങ്ങി. ഇത് കണ്ടോ, നമ്മുടെ ബ്ലൂ ബെല്ലെന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അതങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെയുണ്ട് നമുക്ക് പെറ്റൂണിയ, അത് കണ്ടോ വയലറ്റ്, ഇതും കണ്ടോ 2 കളർ, നല്ല രസമുണ്ട് അല്ലേ. പിന്നെ ചെയ്ത പണിയെന്ന് പറയാനായിട്ട് നമ്മുടെ റോസ്, കുറച്ച് ചെറിയ റോസുകൾ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം പോട്ട് ചെയ്ത് വെച്ച് ചെറിയ, ഇതൊക്കെ ഇവിടെ കിടന്ന ചട്ടികളാണ് കേട്ടോ, പുതിയ ചട്ടിയൊന്നുമല്ല, പഴയ ചട്ടികളാണ്. അതുകൊണ്ട് മണ്ണുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് നന്നായിട്ട് വൃത്തിയായിക്കോളും. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് പോട്ട് ചെയ്ത് വെച്ചു. ഞങ്ങൾ 2 പേരും കൂടി അതൊക്കെ ചെയ്ത് വെച്ചു. എല്ലാം ഇവിടെ വെയിലത്ത് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ അതെല്ലാം നല്ലതായിട്ട് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത പണികൾ. പക്ഷേ അപ്പോഴത്തേനും നല്ല മഴ വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പണിയൊക്കെ നിർത്തി അവരവരുടെ വീട്ടിൽ പോയി നമ്മളിങ്ങ് കയറിപ്പോരുകയും ചെയ്തു. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഇന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. പെറ്റൂണിയയ്ക്കും ഒക്കെ നന്നായിട്ട് വെള്ളം കിട്ടി. ഇതുകൊണ്ട് മഴ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. മഴ അങ്ങോട്ട് തുടങ്ങി വരുന്ന ഒരു സമയമാണ് കാണുന്നത്. ഇവിടെ അങ്ങോട്ട് മഴ തുടങ്ങിയാൽ പിന്നെ നല്ല ശക്തമായിട്ടുള്ള മഴയായിരിക്കും. ഇപ്പോൾ വേനൽ മഴയാണല്ലോ, ഇനിയും ഉണക്കൊക്കെ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് നോക്കിക്കുക, അങ്ങ് അകലെ ഒരു മലയുള്ളതാണ്. ഇപ്പോൾ ആ മലയൊന്നും കാണാനേ ഇല്ല, മേഘം വന്നാലെല്ലാം മൂടിപ്പോയി. അവിടെ കാണുമ്പോൾ നല്ല രസമായിരുന്നു, നല്ല പച്ചപ്പ ഉള്ളൊരു സ്ഥലമായിരുന്നു. അതിപ്പോൾ അങ്ങനൊരു മല അവിടെ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല കേട്ടോ മഴ വന്നപ്പോൾ. അപ്പോൾ മഴയൊക്കെ നല്ല തകർത്ത് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷമൊക്കെ ആകെപ്പാടെ മാറി ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നന്നായിട്ട് പെയ്യട്ടെ, നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നല്ലതായിട്ട് മഴ നനഞ്ഞ് കുതിരട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ചെറിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കുള്ള കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് അടിപൊളി മഴയാണ് കേട്ടോ.